നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ വൃദ്ധജനങ്ങളൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് അവരെ വളരെ ഇഷ്ടമാണ്. എൻ്റെ അപ്പനും അമ്മയും അവരുടെ അവസാന നാൾ വരെ എനിക്ക് സംരക്ഷിക്കാൻ ഭാഗ്യം കിട്ടി. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ ഈ വൃദ്ധജനങ്ങളെ ഞാൻ കണ്ടത് ഏതോ ഒരു വൃദ്ധസദനത്തിൽ സംരക്ഷിക്കുന്ന, അവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു ഭാഗമാണ് കണ്ടത്. അപ്പോൾ അതിൽ വന്ന കമൻറ്റ് മക്കൾ നോക്കാതെ കൊണ്ടിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് കമൻറ്റുകൾ കണ്ടത്. പക്ഷെ ഞാൻ അത് കണ്ടപ്പോൾ അതെനിക്ക് പോസിറ്റീവായിട്ടാണ് തോന്നിയത്. കാരണം ചിലപ്പോൾ മക്കൾക്ക് സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ചിലരെ മക്കള് സ്നേഹിക്കാൻ അവർക്ക് പറ്റാത്ത തരത്തിലുള്ള അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവും. ചിലരാണെങ്കിൽ മക്കളുടെ സ്നേഹം എന്ന് വെച്ചാൽ പലപ്പോഴും പകലൊന്നും അവരെ വീട്ടിൽ ആൾ കാണൂല. അങ്ങനെയൊക്കെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മക്കൾക്ക് ശരിക്കും കൊണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ വൃദ്ധസദനം പോലെയുള്ള സ്ഥലങ്ങൾ. കാരണം അവിടെ കൊണ്ടാക്കുമ്പോഴത്തേക്കും അവർക്ക് സംസാരിക്കാനും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ ആളുണ്ടാവും. അതിലവർ സന്തോഷമുള്ളവരായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ കാശ് കൊടുത്ത് സംരക്ഷിക്കാൻ പറ്റിയ വൃദ്ധസദനങ്ങളുണ്ട്. അവിടെ ശരിക്കും നമ്മളെ അനാഥാലയമൊന്നും ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ എനിക്കറിയാവുന്നുള്ളൊരു വൃദ്ധസദനം ഇവിടെ അടുത്തുണ്ട്, ബദേഗ്ര എന്ന് പറയും. അവിടെ തന്നെ മറ്റൊരു കിടക്ക രോഗികളെ സംരക്ഷിക്കുന്ന പാലിയേറ്റീവ് കെയറും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ നല്ലവണ്ണം സംരക്ഷിക്കും. കാശ് കൊടുത്ത് വൃദ്ധസദനത്തിൽ നിൽക്കാൻ പറ്റും. ബദേഗ്രാമിൽ കാശില്ലാത്തവർക്കെതിരെ അവർ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള നല്ല സംരക്ഷണം, നല്ല ഫുഡൊക്കെ കൊടുക്കുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വൃദ്ധസദനങ്ങളെന്നൊക്കെ പറയുന്നത് ശരിക്കും കൊണ്ട് കളഞ്ഞിട്ട് പോകുന്ന ഒരു സ്ഥാപനമായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. നമ്മൾ അവരെ കൊണ്ട് കളയുന്ന ഒരു ഇടമല്ല. അവരെ ശരിക്കും സ്നേഹവും സന്തോഷവും സമാധാനവും കിട്ടുന്നതിന് വേണ്ടി കൊണ്ട് അവർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ചില ആൾക്കാർ ഈ പറഞ്ഞതുപോലെ അവർ വീട്ടിൽ അവർക്ക് നോക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ കൂടെ നിർത്താത്തവരുണ്ട്. അവരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള സ്ഥാപനം എന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ ആൾക്കാരെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, ശരിക്കും നമ്മൾ ആ ആൾക്കാരിരുന്ന് ഭക്ഷണം കഴിക്കുമ്പം തന്നെ അതിൽ ചില ആൾക്കാർ മാനസികമായിട്ട് ക്ഷീണമുള്ളവരുണ്ട്, വൃദ്ധരായവരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരെ സംരക്ഷിക്കുന്ന നല്ല സ്ഥാപനങ്ങളുണ്ട്. അവർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനും ഒരു സംതൃപ്തിയാണ്. അല്ലാതെ പലപ്പോഴും വൃദ്ധർ വീട്ടിൽ തന്നെ കഴിയുമ്പോൾ സംസാരിക്കാനാണില്ല. വീട്ടിലുള്ളവർ പോയിട്ട് പുറത്ത് പോയിട്ട് വരുമ്പോൾ തന്നെ ഒരു സമയം പറ്റും. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ അവർക്ക് ഈ വൃദ്ധരോട് ശരിയായ രീതിയിൽ സംസാരിക്കാൻ തോന്നാത്ത വ്യക്തികളും ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടാക്കിയാൽ അവർക്ക് 100% സുരക്ഷിതമാണ്, സന്തോഷമാണ്, സമാധാനമാണ്. ഒരേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, വീട്ടുകാരോടൊപ്പം കഴിയാൻ പറ്റുന്നില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പ്രയാസവും പ്രശ്നവും ഒക്കെ അങ്ങ് മാറും. മറ്റുള്ളവരോട് സംസാരിച്ചപ്പോൾ എന്ത് ചെയ്യണം? ഈ വൃദ്ധസദനങ്ങളിലൊക്കെ കൊണ്ടാക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് പോയി അവരെ കാണണം. അപ്പോൾ അവർക്ക് സന്തോഷം വരും, സമാധാനം വരും. എൻ്റെ മക്കളോ അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവർ എന്നെ കാണാൻ വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം വരും. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ആൾക്കാരെ ഒറ്റയ്ക്കിടാതെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലതാണ്. അവർക്ക് നോക്കാൻ ആൾക്കാരുണ്ടാവും, സംസാരിക്കാൻ ആൾക്കാരുണ്ട്. അതൊക്കെ വളരെ വിലപിടിപ്പുള്ള സംഭവങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ മോശമെന്ന് വിചാരിക്കേ വേണ്ട. ആ വ്യക്തികളെ കാണുമ്പോൾ തന്നെ അറിയാം ഇത്തരം ആൾക്കാർ അവിടെ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം വീണ്ടും കാണാം. നമസ്കാരം.